സാറേ, വീണ്ടും നോക്കുകൂലി ചർച്ചയാകുകയാണ്. നിർമ്മല സീതാരാമന്റെ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കേരളത്തിൽ നോക്കുകൂലി ചർച്ചയാകുന്നത്. അവർ പറയുന്നത് കേരളത്തിലും ബംഗാളിലും നമ്മുടെ വ്യവസായത്തെ തകർത്തത് CPM-ന്റെ നോക്കുകൂലിയാണെന്ന്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? നിർമ്മല സീതാരാമൻ ധനമന്ത്രി മണിപ്പൂറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് പറഞ്ഞെത്തി കേരളത്തിലെത്തിയത്. നോക്കുകൂലി എന്ന് പറയുന്നത് തന്നെ അവർ പറഞ്ഞതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒരു ബസ്സിൽ നിന്ന് 50 രൂപ സാധനം ഇറക്കുമ്പോൾ 50 രൂപ കൊടുത്തു, അപ്പോൾ 100 രൂപ ചോദിക്കും, ബാക്കി 50 രൂപ എന്തിനെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നതിനുള്ള പൈസ. അങ്ങനെയല്ല, ശരിക്കും അങ്ങനെയല്ല നോക്കുകൂലിയുടെ തിയറി. നോക്കുകൂലി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവർ പല സ്ഥലങ്ങളിലും അല്ല, അവർ തെറ്റു പറഞ്ഞാൽ അത് കേരളത്തിലുള്ളത് അല്ല. ഞാൻ പറയാം അതിനകത്തൊരു പ്രശ്നമുള്ളത്. അതായത് അവരിങ്ങനെ പറയാം, ഒരു സ്ഥലത്ത് ആളുകൾ ലോഡ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വന്നാൽ ആ യൂണിയൻകാർക്കാണ് ഇത് ഇറക്കാൻ അവകാശം എന്നുള്ളതാണ് ഒരു രാജ്യത്തെ ഒരു അപ്രഖ്യാപിത നിയമം. അല്ലാതെ ഒരു ഭരണഘടനാ നിയമമൊന്നുമില്ല. എങ്കിൽ പോലും യൂണിയൻ ഉണ്ടെങ്കിൽ തൊഴിലെടുക്കുന്ന അവർക്ക് ഒരു അവസരം എന്നുള്ള നിലയിൽ അവരാണ് എടുക്കുന്നത്. പക്ഷേ ഇത് വന്നത് പല സ്ഥലങ്ങളിലും നേരത്തെ കെട്ടിടങ്ങൾക്ക് മെറ്റീരിയൽ ഇറക്കുക, ഫർണിച്ചർ കൊണ്ടുവരിക, വീട്ടു സാധനങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള റേറ്റ് ഇല്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. മറ്റേതിനൊക്കെ റേറ്റുണ്ട്. ഒരു ചാക്ക് ഇറക്കുന്നതിന് ഓരോന്ന് റേറ്റ് വെച്ചിട്ടുണ്ട് ലേബർ ഓഫീസിൽ നിന്ന്. എന്നാൽ റേറ്റ് ഇല്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് വീട്ടുകാരൊക്കെ അങ്ങ് ഇറക്കും, ആരെങ്കിലും വെച്ചൊക്കെ ഇറക്കും, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന തൊഴിലാളികളൊക്കെ ഇറക്കും. ഇപ്പോൾ ഒരു പറയും ഞങ്ങൾക്ക് പൈസ തന്നേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തിനാണ് പൈസ തരുന്നത്? അത് നോക്കുകൂലി. ഇങ്ങനെ നോക്കണേനുള്ള കൂലി അല്ലത് നോക്കുകൂലി എന്ന് പറയുന്നത്. അതായത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട തൊഴിൽ, ഇപ്പം ഞാൻ അവകാശപ്പെട്ട തൊഴിൽ അവകാശപ്പെട്ട ആളാണ് ഈ പ്രദേശത്തിൻ്റെ. നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ചെയ്തു, ചിലപ്പോൾ വീട്ടിൽ ജോലിക്കുന്നവരായിരിക്കും ചെയ്തത്. എന്നാൽ എനിക്കെന്ത് തരണം? അതിൻ്റെ വിഹിതം തരണം, അതിൻ്റെ പണം എനിക്ക് തന്നേക്കണം. ജോലി ഞാൻ പക്ഷേ ചെയ്യില്ല, ചെയ്യാൻ അവസരമില്ല. ഇതൊരു വലിയ വിഷയമായിരുന്നു കേരളത്തിൽ, വളരെ വലിയ വിഷയമായിരുന്നു. പക്ഷേ ഒരുപാട് തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് വലിയ അനുഭവം തന്നെ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടൊക്കെ നിൽക്കുന്ന കാലത്ത് വീട്ടു സാധനം ഇറക്കാൻ, അവിടെ ഒരു നാട്ടിലൊരു വീട്ടു സാധനം ഇറക്കാനായിട്ടൊരു വാടകയ്ക്ക് വീട്ടിൽ വന്നവർ സാധനം കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇവർ റേറ്റ് പറയണതിനൊന്നും ഒരു മര്യാദ കാണത്തില്ല. അന്ന് ഇപ്പോൾ കുറച്ച് മര്യാദയുണ്ട്. അന്ന് 500 രൂപയ്ക്ക് സാധനം ഉണ്ടെങ്കിൽ 2000 രൂപയ്ക്ക് അങ്ങ് പറയും. അപ്പോൾ ആ വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടാവും. അങ്ങനെ ആയി പറഞ്ഞു പല പ്രശ്നങ്ങളായി. പിന്നെ ഇറക്കലായി. അപ്പോൾ വീട്ടുകാർക്ക് ഇറക്കാമെന്നായി. പിന്നെ കോടതി വിധി വന്നു. ഇടയ്ക്ക് കോടതി വിധി വന്നു. വീട്ടുകാർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് സാധനമൊക്കെ ഇറക്കിക്കാമെന്നുള്ള വിധിയൊക്കെ വന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു. ഇപ്പോൾ കുറേ അത് പരിഹരിച്ചിട്ടുണ്ട്. ഈ വിഷയം പരിഹരിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ലേബർ നിയമങ്ങളൊക്കെ കർശനമായി. യൂണിയൻ കാർഡ് കൊടുക്കും. യൂണിയനൊക്കെ ഇപ്പോൾ ലൈസൻസ്, കാർഡ്, പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്കീമുകൾ വന്നിട്ടുണ്ട്, രീതികൾ. അതുകൊണ്ട് ഇപ്പോൾ നോക്കുകൂലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിൽ അപൂർവമായി മാത്രമേ ഉള്ളൂ, അല്ലാതെ വ്യാപകമായിട്ടില്ല. എന്നാൽ രണ്ടാമതൊരു കാര്യം നിർമ്മല സീതാരാമൻ പറഞ്ഞായിരുന്നു. ഈ ഫാക്ടറികളൊക്കെ കേരളത്തിൽ വ്യവസായം വ്യാപകമായി വരാത്തതിൽ എല്ലാവർക്കും പങ്കുണ്ട്, ട്രേഡ് യൂണിയനും പങ്കുണ്ട്, കമ്മ്യൂണിസം CPM-ന്റെ എല്ലാവർക്കും പങ്കുണ്ട്. അതിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. ഒരു വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, സകലയിടത്തും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതെല്ലാം ചടങ്ങാണ്. അല്ല, അതിനോടൊപ്പം തന്നെ ഇതുകൊണ്ട് ഒരു വ്യവസായം തുടങ്ങുമ്പോൾ പിറ്റേ ദിവസം അവിടെ കൊടി വരും. സമരം ഉടൻ തന്നെ യൂണിയനാവും. ഉടനെ യൂണിയൻ പ്രഖ്യാപിക്കും. യൂണിയനായി കഴിഞ്ഞാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾക്ക് സമരം ചെയ്യും. ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് സമരം ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു യൂണിയൻ നേതാവ് ഉണ്ടാകുന്ന വിചാരിക്കുക. യൂണിയൻ നേതാവ് അവിടുത്തെ സ്റ്റാഫാണ്. അപ്പം മിനിമം ജോലി ആര് ചെയ്യണം? യൂണിയൻ നേതാവ് ചെയ്യണമല്ലോ. ചിലപ്പോൾ മിനിമം ജോലി ചെയ്യൂല, അല്ലെങ്കിൽ കറക്റ്റ് ഡ്യൂട്ടി ചെയ്യാതിരിക്കും ഇപ്പോൾ സംഘടന പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ഇഷ്യൂ വരും. പിന്നെ ചില കറപ്ഷനുണ്ട്. പർച്ചേസൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ, അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ വെട്ടിപ്പ്, തട്ടിപ്പ്, കുറേ പ്രശ്നങ്ങൾ വരുമല്ലോ. ഈ പ്രശ്നങ്ങൾ ആരെങ്കിലും സസ്പെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ ബഹളം ഉണ്ടാകും. അപ്പോൾ ആവശ്യമുള്ള കാര്യത്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിനും ഒക്കെ എന്ത് ഇടപെടുമായിരുന്നു? പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻസും ട്രേഡ് യൂണിയൻ്റെ ഇൻ്റർവെൻഷൻസും വന്നും ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയത് പലതും പൂട്ടിയിട്ടുണ്ട്. അത് സത്യസന്ധമായി. കാരണം 80കളിൽ ഇന്ന് ഈ കാണിക്കുന്ന ആവേശം, ഇന്നിപ്പം ഈ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞ ആവേശം കാണിക്കണം നമ്മൾ. ഈ ആവേശം 80കളിൽ കേരളം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ദുബായിൽ ആരും പോകില്ലായിരുന്നു. കേരളം മറ്റൊരു ദുബായി മാറുമായിരുന്നു. കാരണം 80കളിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയി. 1 ലക്ഷം കോടി രൂപയാണ് ഇവിടെ വരുന്നത് വർഷം തോറും. 1 ലക്ഷം കോടി രൂപയാണ് വരുന്നത് ഇവിടെ. പിന്നെ സ്വർണം കൊണ്ടുവരും ഈ വരുന്നവർ. മറ്റൊരുപാട് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവരും. ഇതെല്ലാം ഈ മാർക്കറ്റിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിലാവുന്ന സ്ഥലമാണ്. അപ്പോൾ വലിയ എമൗണ്ടാണ് ഓരോ വർഷം ഇവിടെ വരുന്നത്. ഇത് വഴിതിരിച്ച് വിട്ടില്ല സ്റ്റാർട്ടപ്പുകളിലേക്കും ചെറിയ ബിസിനസ്സിൽ ആരെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അതിന് തടസ്സപ്പെടുത്തും. എൻ്റെ നാട്ടിൽ, ഞാൻ എൻ്റെ നാടിപ്പോൾ പറയുന്നില്ല, എൻ്റെ നാട്ടിൽ കൊപ്ര ഫാക്ടറി 100 കണക്കിന് പേർക്ക് ജോലി കൊടുത്തിരുന്നതാണ്. അത് കൂട്ടിയത് യൂണിയൻ പ്രശ്നം കാരണമാണ്.
അവിടെ മറ്റൊരു ചെറിയ ബാറ്ററിയുടെ ഫാക്ടറി പൂട്ടിയത് യൂണിയൻ പ്രശ്നം കൊണ്ടാണ്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് പിന്നെ പാർട്ടികൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സംഭാവന വേണം. ഒരാൾ മുതലാളിയായി വരുമ്പോൾ പിന്നെ അയാൾ അല്പം വളരുമ്പോൾ അയാൾ കാർ എടുത്തു. ആദ്യം സ്കൂട്ടറായിരിക്കും, പിന്നെ കാർ എടുത്തു. അതേ ലോൺ എടുത്തായിരിക്കും കാർ എടുത്തു. പക്ഷേ അദ്ദേഹം വളരുന്നതനുസരിച്ച് സംഭാവന കൂടുതൽ കൊടുക്കണം. ചെറിയൊരു ഗുണ്ടായസം അവിടെ കാണിക്കും. അങ്ങനെ ഒരുപാട് വ്യവസായങ്ങൾ കൂട്ടിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു പേര് ഇതുവരെ കേരളത്തിന് എന്ത് ചെയ്തിട്ടില്ല, മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും കമ്പ്യൂട്ടർ രംഗത്ത് കുറച്ച് സ്റ്റാർട്ടപ്പുകൾ വരുന്നതല്ലാതെ 10,000-കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു ഫാക്ടറി പറഞ്ഞ്. അല്ല, മറ്റൊരു കാര്യം, നിർമ്മല സീതാരാമൻ ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ കമ്മ്യൂണിസം കൊണ്ട് കേരളത്തിന് വലിയ രീതിയിൽ നഷ്ടങ്ങൾ സംഭവിച്ചു. തീർച്ചയായിട്ടും ഉണ്ട്. വ്യവസായിക രംഗത്തുണ്ട്, വ്യവസായ മേഖലയിലുണ്ട്. കാർഷിക മേഖലയിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ മെക്കനൈസേഷൻ സമ്മതിച്ചില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ മെക്കനൈസേഷൻ ഉള്ള രാജ്യമാണ്. യന്ത്രവൽക്കരണം, മെതിക്കാൻ, കൊയ്യാൻ എല്ലാത്തിനും യന്ത്രമുണ്ട്. എവിടെ? നമ്മുടെ തേങ്ങ പൊതിക്കാൻ തൊട്ട് തെങ്ങ് നടാൻ തൊട്ട് സകലതിനും യന്ത്രമുണ്ട്. ചൈനയിൽ സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്ന, റഷ്യയിലും ഉണ്ടായിരുന്നു, ചൈനയിലുണ്ട്. ഇപ്പോൾ ചൈന തന്നെ ഉദാഹരണമായിട്ടോ, ചൈനയിലുണ്ട്. നമ്മൾ യന്ത്രവൽക്കരണത്തെ സമ്മതിച്ചിട്ടില്ല, പ്രൊഫഷണലിസം സമ്മതിച്ചിട്ടില്ല. നമ്മുടെ കയറ്, കൈത്തറി, കശുവണ്ടി എല്ലാം കായാണ് കേട്ടോ. കയറ്, കൈത്തറി, കശുവണ്ടി ഇതിൻ്റെയൊക്കെ സാമ്രാജ്യമായിരുന്നു കേരളം. എന്തുകൊണ്ട് കേരളം അവിടെ പിറകോട്ട് പോയി? മോഡേണൈസ് ചെയ്യാൻ സമ്മതിച്ചില്ല, മെക്കനൈസ് ചെയ്യാൻ സമ്മതിച്ചില്ല. മെക്കനൈസ് ചെയ്ത് മോഡേണൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? തൊഴിലാളികൾക്ക് ചിലപ്പോൾ കുറച്ച് പേർക്ക് ജോലി കുറയും, പക്ഷേ വേറെ സ്ഥലത്ത് ലാഭം വരും. അതിനെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ല മലയാളി. കമ്പ്യൂട്ടറൈസേഷൻ വന്നു, കണ്ണടച്ചതിനെ എതിർത്തു. അതൊരുപാട് തൊഴിൽ നഷ്ടം ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ അതിൻ്റെ നഷ്ടലാഭങ്ങളെ വിലയിരുത്തി ഒരു ലോജിസ്റ്റിക്കായ തീരുമാനമെടുക്കുന്നതിന് പകരം അത് കംപ്ലീറ്റ് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള നിലയിൽ കമ്പ്യൂട്ടറിനെ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടറിനെ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പൊന്നും വന്നിട്ടില്ല, കമ്പ്യൂട്ടർ വരുന്ന സമയമാണ്. വളരെ അപ്പോൾ പുതിയ ടെക്നോളജികളോടും പുതിയ വ്യവസായങ്ങളോടും ഒരു മുഖം തിരിഞ്ഞ് നിൽക്കുന്ന, അത് തൊഴിലാളി വിരുദ്ധമാണെന്നും തുടങ്ങിയാൽ അവിടെ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തുമൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രേതം എവിടെ കിടപ്പുണ്ട്? കേരളത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വ്യവസായം നടത്താനായിട്ട് ഇപ്പോൾ ആളുകൾക്ക് എന്തില്ല, താല്പര്യമില്ല. വ്യവസായം വരുന്നുണ്ട്, സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പുകൾ വരുന്ന ഏത്, അല്ലെങ്കിൽ ലുലു മാൾ പോലുള്ള ആളുകൾ. ലുലു മാളിലൊന്നും വേറെ പ്രശ്നങ്ങളില്ല, ആളുകൾ എടുക്കുന്നു. ഞാൻ പറഞ്ഞ ഫാക്ടറികൾ, ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് വലിയ സാധ്യതയാണ് കേരളത്തിൽ. റബ്ബർ പ്രോസസ്സിംഗ് യൂണിറ്റ്, റബ്ബർ വ്യാപകമായിട്ട് ഇവിടെ ഉണ്ട്. റബ്ബർ ഇവിടെ നിന്ന് കൊണ്ടുപോയി MRF പ്രോസസ്സ് തയ്യാറാക്കുന്നത് ബോംബെയിലാണ്. ഇവിടെ എന്തുകൊണ്ട് റബ്ബർ പ്രോസസ്സിംഗ് യൂണിറ്റ് വന്നില്ല? എന്തുകൊണ്ട് നമ്മൾ കോക്കനട്ടിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ വരുന്നില്ല? തേങ്ങ ധാരാളമുള്ള സ്ഥലമല്ലേ, എത്ര ഉൽപ്പന്നം ഉണ്ടാക്കാം. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന ഒരു സാധനം മാത്രം ലോകത്ത് കയറ്റി അയച്ചാൽ നമുക്ക് കോടിക്കണക്കിന് രൂപ കിട്ടും. പക്ഷേ അത്തരത്തിലുള്ള വ്യവസായവൽക്കരണം കൃത്യമായി കേരളം കൊണ്ടുപോകുന്നതിൽ ഗൗരവമായ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മന്ത്രി ഉൾപ്പെടെ പറയുന്ന വലിയ മുന്നേറ്റമാണ്. അത് ഈ സ്റ്റാർട്ടപ്പ് ഇപ്പൊ കുറച്ച് ഈ ടെക്നോ പാർക്കും അല്ലാതെ കുറച്ച് സ്റ്റാർട്ടപ്പ് പരിപാടികൾ കേരളം നടക്കുന്നു. ഇപ്പോൾ വേറൊന്നും വേണ്ട, നമ്മളിപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ എന്താ നടന്നല്ലോ, ഗ്ലോബൽ മീറ്റ് നടന്നല്ലോ. നമുക്ക് നോക്കാം എത്ര ആളുകൾ വരുന്നു എന്ന്. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നു, കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ. അതിന് മുമ്പേ നടന്നു. എത്ര പ്രാവശ്യം ഇവിടെ മീറ്റ് നടന്നു? നമുക്ക് നോക്കാമല്ലോ എത്ര ആളുകളാണ് വരാൻ പോകുന്നതെന്ന്. കാരണം ആ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി എടുത്തോളൂ, നമ്മുടെ കിറ്റക്സിൻ്റെ സാബുവിനെ എടുത്തോളൂ, ഏത് മുതലാളികൾ, അവരെല്ലാം ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല. ഇവിടെ നടത്തുന്നവർ എന്തല്ല, കേരളത്തിൽ വ്യവസായം നടത്തുന്നവർ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ചൂഷണമില്ല എന്ന് വെച്ചാൽ ചൂഷണം, മുതലാളിമാർ ജീവനം കൊണ്ട് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകും. അപ്പുറത്ത് ചെന്നാൽ നിങ്ങൾ ഇവിടുന്ന് കിറ്റക്സിൻ്റെ സാബു ചെന്നപ്പോൾ ആന്ധ്രയിൽ 2 കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ നോക്കുകൂലി കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിപ്പുണ്ട്. അത് കുറച്ചുകൂടി ഇപ്പം വലിയ മാറ്റം ചിന്തിക്കുന്നുണ്ട്. ട്രേഡ് യൂണിയനൊക്കെ വലിയ മാറ്റം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിലൊരു വിശ്വാസ്യത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇനിയും ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥ സംവിധാനം, ഇപ്പോൾ ഏകജാലക സംവിധാനമൊക്കെ പറയും. ഞാനൊരു നിർദ്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ എനിക്ക് വ്യവസായം തുടങ്ങണം നാളെ. നമ്മളെല്ലാം നെഗറ്റീവ് പറയണ്ട. എനിക്കൊരു വ്യവസായം തുടങ്ങണം. വ്യവസായം തുടങ്ങണമെങ്കിൽ ഞാനൊരു മൊബൈൽ നമ്പറിലേക്ക്, ഗവൺമെൻറ് ഒരു മൊബൈൽ ആപ്പ് ഒരു നമ്പർ ഇട്ടേക്കുക പബ്ലിക്കിന്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്താൽ പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ ആൾ വരണം. 24 hours എൻ്റെ വീട്ടിൽ ആര് വരണം? ബിസിനസ് എക്സിക്യൂട്ടീവ് വരണം. വന്നിട്ട് എനിക്ക് ആവശ്യമുള്ള ട്രെയിനിങ്, എനിക്ക് ആവശ്യമുള്ള സപ്പോർട്ട്, എനിക്ക് ലോണ്, എനിക്ക് ഇത് ചെയ്യാനുള്ള ലൈസൻസ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ വേണമല്ലോ. ഇതെല്ലാം ആര് ശരിയാക്കി തരണം? പിന്നെ ഗവൺമെൻറ് ശരിയാക്കി തരണം. ഈ വരുന്ന എക്സിക്യൂട്ടീവ് ശരിയാക്കി തരണം. ഞാൻ പൈസ കൊടുക്കാനും ചിലപ്പോൾ തയ്യാറാവും. ഇതിപ്പോൾ എന്താണ് പ്രശ്നം? എന്ത് ഏകജാലകം പറഞ്ഞാലും പരിശോധന കുറേ നൂലാമലകളാണ്.
നമ്മൾ പറയും ഏകജാലമൊക്കെ ഉണ്ടെന്ന്, പക്ഷെ വലിയ നൂലാമാലകളാണ് ഇപ്പോഴും. ഇപ്പോൾ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് ഒരു ഇന്നോവേറ്റീവായ ഒരു പ്രോജക്റ്റ് പെൻഡിങ്ങിലാണ്. ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്ന നയം എന്തെന്നറിയോ, ഇങ്ങനത്തെ ഇൻഡസ്ട്രികൾക്ക് ഞങ്ങൾ ലൈസൻസ് കൊടുത്ത് ഞങ്ങൾക്ക് പരിചയമില്ല, അപ്പോൾ ഇത് ഞങ്ങൾ പഠിക്കട്ടെ. 2 വർഷമായിപ്പോൾ. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഒരു യങ്സ്റ്ററാണ് പൈസ മുടക്കാൻ തയ്യാറായി വന്നത്. ഇന്നോവേറ്റീവ് പ്രോജക്റ്റാണ്. അപ്പോൾ യങ്സ്റ്ററായിട്ടുള്ള ഒരാൾ വരുമ്പോൾ 2 വർഷം അദ്ദേഹത്തിന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡൈനാമിക്കായ പീരീഡാണ് നഷ്ടപ്പെടുന്നത്. പിറ്റേ മാസം കൊടുക്കാൻ പറ്റണ്ടേ ലൈസൻസ്? ഇല്ലെങ്കിൽ അതിൻ്റെ സംവിധാനം പൊല്യൂഷൻ ബോർഡ് ആലോചിക്കണം. അത് ആലോചിക്കുന്നില്ല പറഞ്ഞു. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴും വ്യവസായ സൗഹൃദമല്ല കേരളം, ട്രേഡ് യൂണിയൻ്റെ പ്രശ്നവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിന് അവരെ കുറ്റം പറഞ്ഞ് BJP കോൺഗ്രസ് എന്നൊന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാതെ ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കണം. മറ്റൊരാൾ നമ്മളെ കുറ്റം പറഞ്ഞതിനൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തിട്ട് നമ്മൾ ആവശ്യമായ തിരുത്തലുകൾ എല്ലാ ഭാഗത്തും വരുത്തി ഒരു വ്യവസായ സൗഹൃദമായ കേരളം കൂടി നമുക്ക് സൃഷ്ടിക്കാൻ വലിയ അധ്വാനം ഇനി ആവശ്യമുണ്ട്.